2021 റിലീസായ ഹിഡൻ സ്വീറ്റ് വൈഫ് എന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് കുറെ റിപ്പോർട്ടേഴ്സ് വളരെ പ്രശസ്തയായ ഹാൻ എന്ന ഒരു ആക്ട്രസിന്റെ പിക്ചർ ക്യാപ്ചർ ചെയ്യാനായി ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ കൂട്ടത്തിലാണ് നമ്മുടെ കഥാനായികയായ സിയോ ഉള്ളത്. ഹാൻ ഇന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടേഴ്സ് എല്ലാം ഇത്ര ആകാംക്ഷയിൽ ഹാനിനെ പൊതിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ ഹാന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് അവൾ റിവീൽ ചെയ്യുന്ന ടീം അവളുടെ കൂടെയുള്ള പയ്യനെ കണ്ട് നമ്മുടെ സിയോ വളരെ ഷോക്കാവുന്നു. കാരണം അത് അവൾക്ക് നല്ല പരിചയമുള്ള ചെന്നായിരുന്നു. അവൾ അത് കണ്ട് ഷോക്കായി നിൽക്കുന്നു. അപ്പോഴേക്കും നല്ല തിക്കും തിരക്കും ഉള്ളത് കൊണ്ട് തന്നെ അവളെ അവിടെയുള്ള റിപ്പോർട്ടേഴ്സ് തട്ടിമറിച്ചിടാണ്. അവളിങ്ങനെ ക്യാമറയുമായി മറിഞ്ഞു വീഴുന്നത് ചെൻ കാണുന്നു. അവൻ അടുത്തുണ്ടായിരുന്ന തന്റെ സ്റ്റാഫിനോട് അവളെ പോയി സഹായിച്ച് കാറിൽ കൊണ്ടിരുത്താനായി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തിരിച്ച് കാറിലേക്ക് ചെൻ ഹാന്റെ കൂടെ വന്ന് കയറുമ്പോ എന്തിനാ ആ റിപ്പോർട്ടറിനെ കാറിലേക്ക് പിടിച്ചിരുത്തിയത്? വേഗം ഇറക്കി വിട്, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്നെല്ലാം ഹാൻ പറയുമ്പോ അങ്ങനെ ഇറക്കി വിടാൻ അവൾ ഒരു സാധാരണ റിപ്പോർട്ടർ അല്ല, അവൾ എന്റെ വൈഫാണെന്ന് ചെൻ ഹാനോട് റിവീൽ ചെയ്യുന്നു. അത് കേൾക്കുന്ന ഹാൻ ആകെ ഷോക്ക് ആവാണ്. നിങ്ങൾ ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി. എങ്ങനെയാണ് റിപ്പോർട്ടറായ സിയോയുടെ ഹസ്ബൻഡായ ചെൻ ഇങ്ങനെ ഒരു സിനിമാ നടിയുമായി റൂമറിൽ പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചെന്നിന്റെ വൈഫാണ് സിയോ എന്ന കാര്യം മറ്റാർക്കും അറിയാത്തത് എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. കുട്ടിക്കാലം മുതലേ ചെന്നിനും സിയോയ്ക്കും അറിയാം. രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അതിന് കാരണം രണ്ടുപേരുടെയും അച്ഛന്മാര് നല്ല സുഹൃത്തുക്കളും ബിസിനസ് പാർട്ട്നേഴ്സുമായിരുന്നു എന്നതാണ്. തങ്ങളുടെ സൗഹൃദം തങ്ങളുടെ മക്കളിലൂടെയും വളരണം എന്നത് മനസ്സിൽ കണ്ട് ഈ അച്ഛന്മാര് കുട്ടികൾക്ക് വിവാഹം ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ ഒരു ചെറിയ സാങ്കല്പിക വിവാഹത്തിലൂടെ ഇവർ ഒരു ഭാര്യയും ഭർത്താവുമാണ് എന്ന രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓർമ്മ വെക്കാത്ത കാലം മുതലേ തങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് ചെൻ റിവീൽ ചെയ്യുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ഹാൻ അവിടുന്ന് ചെന്നിനോട് കലിയിളകി കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇത്രയും കാര്യങ്ങൾ തന്നെ മറച്ചു വെച്ച് ചെൻ പറ്റിച്ചെന്നും പറഞ്ഞാണ് അവൾ ഈ പിണങ്ങി പോകുന്നത്. എന്തായാലും അതിനുശേഷം ഒന്നിച്ചൊരു കാറിലിരുന്ന് സിയോയും ചെന്നും സംസാരിക്കുകയാണ്. ഇവിടെ സിനിമാ നടിയോട് താൻ ചെന്നിന്റെ ഭാര്യയാണെന്നത് അവൻ വെളിപ്പെടുത്തിയെന്നറിയാവുന്ന സിയോ ഇങ്ങനെ നമ്മുടെ റിലേഷൻ മറ്റുള്ളവരോട് റിവീൽ ചെയ്യരുതെന്ന് അറിയില്ലേ, എന്തായാലും അത് തെറ്റിച്ച് പറഞ്ഞത് മോശമായി പോയി എന്നെല്ലാം പറയുന്നു. ഒപ്പം തന്നെ വീണപ്പോൾ പൊട്ടിയ തന്റെ ക്യാമറയ്ക്ക് നഷ്ടപരിഹാരവും ആവശ്യപ്പെടുകയാണ്. അവൻ ഉടനെ തന്നെ അവന്റെ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് ദേ എന്ത് വേണേലും വാങ്ങിക്കൂട്ടിക്കോ എന്ന് പറയുന്ന ടീം അവൾ അങ്ങനെ എനിക്ക് എന്തോ ഒന്നും വേണ്ട, എന്റെ പൊട്ടിയ ക്യാമറയുടെ കോമ്പൻസേഷൻ മാത്രം മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവളുടെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് സിയോ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ അവിടെ അവളെ കാത്ത് ചെന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ എങ്ങനെ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ കയറിയെന്ന് അവൾ ചോദിക്കുമ്പോ അതെ എന്റെ കയ്യിൽ അച്ഛൻ താക്കോല് തന്നിട്ടുണ്ട്. നമ്മുടെ പേരൻസിന്റെ സൗഹൃദം മൂലം കുട്ടിക്കാലം മുതലേ ഒന്നിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ നമ്മള്, അത് നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് കാര്യം, നമുക്ക് ഒന്നിച്ച് ഇനി മുതൽ ജീവിക്കാൻ തുടങ്ങിക്കൂടെയെന്ന് ചെൻ സിയോയോട് ചോദിക്കുന്നു. പക്ഷേ സിയോ അതിന് സമ്മതിക്കുന്നില്ല. ആ ടീമാണ് സിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ടീ ഗിഫ്റ്റായി വന്നിട്ടുള്ളത് ചെൻ ശ്രദ്ധിക്കുന്നത്. അവൻ ആ ഗിഫ്റ്റ് തുറക്കാനായി നോക്കുമ്പോ അവൾ അനുവദിക്കുന്നില്ല. അപ്പോൾ അവന് ഇത് തന്റെ ബ്രദറായ ചീ സിയോയ്ക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാവുന്നു. അവൻ അതുകൊണ്ട് തന്നെ അത് ബലമായി വാങ്ങി കുടിക്കുന്നുണ്ട്. അവൻ അത് കുടിച്ചു കഴിയുമ്പോൾ ഒരു തവണ കുടിക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റിയിലെ ആ ഒരു ടീ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിയോയ്ക്ക് അത് കുടിക്കാനേ കിട്ടിയില്ല. അവൾ അതിന്റെ പേരിൽ ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ കുട്ടിക്കാലം മുതലേ ചെന്നിന്റെയും സിയോയുടെയും വിവാഹം വീട്ടുകാര് ഫിക്സ് ചെയ്തിരുന്നു. അതൊരു ചെറിയൊരു ചൈൽഡ്ഹുഡ് മാരേജ് പോലെ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ വലുതാവുമ്പോ പഠിക്കാനുള്ള ആവശ്യങ്ങൾക്ക് മറ്റുമായി രണ്ടുപേരും രണ്ട് വഴിക്ക് പോവില്ലേ. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ ഗ്യാപ്പ് വന്ന സമയം വീട്ടുകാര് പറഞ്ഞുണ്ടാക്കിയ ഈ ഒരു റിലേഷനിൽ പണ്ടേ താല്പര്യമില്ലാതിരുന്ന സിയോയുടെ പുറകെ ചെന്നിന്റെ സഹോദരനായ ചീ കൂടിയിട്ടുണ്ടായിരുന്നു. ചീക്ക് സിയോയെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർക്കിടയിൽ ചെറിയൊരു റിലേഷൻ അന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു റിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന രീതിയിൽ താമസിച്ച് ഒന്നിച്ചൊരു ലൈഫ് ചെന്നും സിയോയും തുടങ്ങിയിട്ടില്ല. പക്ഷെ അവർക്കിടയിൽ ആ മാരേജ് നടന്നു എന്ന ആ ഒരു കണക്ഷൻ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചീ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് സിയോയെ സ്വന്തമാക്കാനായി ഇപ്പോഴും അവളുടെ പിറകെ തന്നെയാണ്. അത് ചെന്നിനും അറിയാം. എന്തായാലും ചെൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചീ സിയോയെ കാണാനായി വരുന്നു. ആ ടീം എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ കൊണ്ടുവന്ന ടീ നീ കുടിച്ചിരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോ അത് കുടിക്കാൻ പോലുള്ള ചാൻസ് കിട്ടിയില്ലെങ്കിലും കുടിച്ചിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് അവള് പറയുന്നു. പക്ഷെ അത് കള്ളമാണ്. കാരണം ഇവള് പറയുന്ന ആ ഒരു ഫ്ലേവറിലല്ല ആ ടീ ഉള്ളത് എന്നറിയാവുന്ന ചീ അതിനെപ്പറ്റി ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചെൻ വന്നു അവനാണ് അത് കുടിച്ചതെന്ന് സിയോ വെളിപ്പെടുത്തുന്നു. അത് കേൾക്കുമ്പോൾ ചീ വീണ്ടും ദേഷ്യത്തിലാവുന്നു. ആ ടീം നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനും അവനും തമ്മിലുള്ള വിവാഹമാണ് കുട്ടിക്കാലത്തെ നടത്തിയിരുന്നത്. അത് വെച്ച് ഞാൻ നിന്റെ സിസ്റ്റർ ഇൻ ലോയാ, ആ ഒരു രീതിക്കപ്പുറം നീ ഇനി എന്നെ അപ്രോച്ച് ചെയ്യരുതെന്ന് സിയോ പറഞ്ഞൊഴിയുന്നു. പക്ഷെ അതൊന്നും ചീയുടെ ഉള്ളിൽ സിയോയുടെ ഉള്ള ഇഷ്ടം മാറ്റാനായിട്ടുള്ള ഒരു കാരണവുമല്ല. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് ഒന്നിച്ച് ലഞ്ച് കഴിക്കാൻ പോകാനായി സിയോയെ പിക്ക് ചെയ്യാനായി ചെൻ വരുന്നു. ആ ടീം അവന്റെ വണ്ടിയിൽ മറ്റൊരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. ചെൻ എപ്പോഴും ഓരോ സെലിബ്രിറ്റി ഗേൾസുമായി ഇതുപോലെ റൂമറിൽ വരുന്ന ഒരാളാണ്. ആക്ച്വലി ഇവൻ തന്നെ വിവാഹം ചെയ്ത് ഒന്നിച്ചൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് പലപ്പോഴും പറയുന്നുണ്ട്.
അതേ ടീം തന്നെ ഇവൻ മറ്റു പല സെലിബ്രിറ്റീസുമായി ബന്ധമുള്ള രീതിയിൽ റൂമേഴ്സ് വരുന്നുണ്ട്. റിപ്പോർട്ടറായ താൻ തന്നെ പലതവണ അത് കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവന്റെ ഉദ്ദേശം എന്താണ്? ഇവൻ ചുമ്മാ വീട്ടുകാരെ ബോധിപ്പിക്കാനായി മാത്രം എന്നോട് സ്നേഹമുള്ളതുപോലെ പെരുമാറുന്നതാണോ, അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഇവൻ ഈ സെലിബ്രിറ്റീസിനെ കൂടെ കൊണ്ട് നടക്കുന്നതാണോ എന്നെല്ലാം അവൾക്ക് ഡൗട്ട് ആവുന്നുണ്ട്. എന്തായാലും ഇപ്പോ തന്നെ ലഞ്ചിന് കൊണ്ടാന്ന് പറഞ്ഞ മറ്റൊരു പെണ്ണും കൂടി കാറിലുള്ളത് കാണുന്ന അവൾക്ക് വല്ലാത്ത ദേഷ്യമെന്ന് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ സമയത്താണ് സിയോയ്ക്ക് അവളുടെ മാനേജറിന്റെ ഫോൺ കോൾ വരുന്നത്. ഒരു പാർട്ടി അറ്റൻഡ് ചെയ്ത് അവിടുന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ടാണ് മാനേജർ അവളോട് ആവശ്യപ്പെടുന്നത്. അവൾക്ക് താല്പര്യമില്ല വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ, ഇല്ല ഇത് നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് 3 ദിവസത്തെ ലീവ് ഞാൻ ഗ്രാൻഡ് ചെയ്യാമെന്ന് മാനേജർ പറയുമ്പോൾ അവൾ വളരെ സന്തോഷത്തിൽ ആ പാർട്ടിക്ക് പോകാനായി സമ്മതിക്കുന്നു. അവൾ എങ്ങനെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. വെളിയിലുള്ള ഗാർഡ്സ് വരുന്നവരുടെ ഇൻവിറ്റേഷൻ കാർഡ് പരിശോധിച്ചാണ് അകത്തേക്ക് കയറ്റുന്നത്. തന്റെ കയ്യിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ അകത്തേക്ക് കയറുമെന്നറിയാതെ സിയോ അവിടെ നിൽക്കുന്ന ടീം അവളെ കാണുന്ന ഗാർഡ്സ് തങ്ങളുടെ മുതലാളി ഏർപ്പാടാക്കിയ പുതിയ ബേബി സിറ്റർ ആയിരിക്കാം ഇവളെന്ന് കരുതി അവളെ അകത്തേക്ക് കടത്തിവിടുന്നു. ബേബി സിറ്റർ എങ്കിൽ ബേബി സിറ്റർ, എങ്ങനെയും അകത്തേക്ക് കടന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നതാണല്ലോ ടാസ്ക്. അതുകൊണ്ട് അവളും അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ കുട്ടികളോട് അവൾ സംസാരിച്ചിരിക്കുന്ന ഇതേ ടീം ഈ പാർട്ടിയിൽ പങ്കെടുക്കാനായി ചെന്നും വന്നിട്ടുണ്ട്. അവന്റെ കൂടെ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ സിനിമാ നടിയായ ഹാനും ഉണ്ട്. ആക്ച്വലി ഇവർ ഇവിടെ ഒന്നിച്ച പാർട്ടിക്ക് വന്നതല്ല, ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. ആ ടീം ചെൻ മാരീഡ് ആണ് എന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ട് പോലും അവനുമായി ക്ലോസ് ആവാനായി ശ്രമിക്കുമ്പോൾ അവൾ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ ടീം ഈ ഒരു പാർട്ടി നടത്തുന്ന സോങ് എന്ന ലേഡി ഈ ഹാനിന്റെ വളരെ വലിയ ക്ലോസ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയാവുന്ന അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ഷവോയുടെ പിക്ചർ കാണിച്ചിട്ട് ഹാൻ അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സോങ്ങിനോട് പറയുന്നു. ഇവളൊരു പാപ്പരാസി റിപ്പോർട്ടറാണ്. ഇവളുമായിട്ടാണ് ഇപ്പോൾ ചെന്നിന് റിലേഷൻ എന്നതല്ല. നിന്റെ 7 അയൽവക്കത്ത് അടുപ്പിക്കാൻ കൊള്ളാത്ത ഇവളുടെ പുറകെ നടക്കാൻ ചെന്നിന് എങ്ങനെ മനസ്സ് വരുന്നു എന്നെല്ലാം അത് കണ്ട് സോങ് അവളെ കുറ്റം പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇവിടെ ബേബി സിറ്ററായി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സിയോ ആണ്. അവൾ ഈ പാർട്ടിയിലെ ഇൻഫർമേഷൻ ചോർത്താനായി ഇങ്ങനെ ആൾമാറാട്ടം നടത്തി വന്നതാണ് എന്ന് മനസ്സിലാക്കി സോങ് അവളെ കൊടുക്കാനായി അവൾ തന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനായി വന്ന ആരോ ആണെന്ന രീതിയിൽ അവിടെ സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവളെ അവിടെയുള്ള ഗസ്റ്റുകളും സെക്യൂരിറ്റിയും സോങ്ങും ഹാനും എല്ലാവരും കൂടി ചേർന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കാനായി തുടങ്ങുമ്പോഴാണ് ചെങ് ഇത് തന്റെ സിയോ ആണല്ലോ, ഇവളെന്താ ഇവിടെ ഇങ്ങനെ വന്നു പെട്ടത് എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും അവളായിട്ട് ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ ആരും ദ്രോഹിക്കാനൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള അവൻ അവളെ അവിടെ പ്രൊട്ടക്ട് ചെയ്ത് കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളെ കാറിൽ ഇരുത്തുന്ന ടീം നീ വിചാരിക്കുന്നത് പോലെ ഞാനും ആ സിനിമ നടി ഹാനും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. എന്റെ മരണപ്പെട്ട ഒരു സുഹൃത്തിന്റെ സിസ്റ്റർ ആണ് അവള്. അവളെ നന്നായി നോക്കണമെന്ന് സുഹൃത്ത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അവള് ചുമ്മാ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിപ്പോയി അബദ്ധങ്ങളിലൊന്നും പെടാതിരിക്കാനായി ഞാൻ എപ്പോഴും അവളെ കെയർ ചെയ്ത് കൂടെ കൊണ്ട് നടക്കുന്നു. അത്രേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല. അവൾക്ക് എന്നോട് ഒരു ബ്രദർലി അപ്രോച്ച് അല്ല ഉള്ളതെങ്കിൽ പോലും എനിക്ക് അവൾ ഒരു സിസ്റ്ററിനെ പോലെയാണെന്ന് ചെൻ സിയോയോട് തീർത്തു പറയുന്നു. മുന്നേ നടന്ന ആ ഒരു പാർട്ടി സോങ് എന്ന ആ ഒരു സ്ത്രീയുടെയും സോങ് എന്ന ആ ഒരു ലേഡിയുടെയും ഒപ്പം ഈ ചെന്നിന്റെയും ഒക്കെ കൊളാബറേഷനിൽ പോകുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റിന്റെ ഭാഗമായി നടന്നതാണ്. എന്തായാലും ഈ പാർട്ടിക്കിടയിൽ നടന്ന സംഭവങ്ങളോട് കൂടി അതിൽ നിന്ന് പിന്മാറാനായി ചെൻ നോക്കുമ്പോൾ സോങ്ങും അവളുടെ ബോയ് ഫ്രണ്ടും ഒക്കെ ചേർന്ന് അവനെ അതിൽ നിന്ന് പിന്മാറ്റാതിരിക്കാനായി ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായി നോക്കുന്നു. ഇതേ ടീം സിയോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ്. അവളെ കുറച്ചുപേർ തട്ടിക്കൊണ്ടു പോകാനായി ശ്രമിക്കുമ്പോൾ അവൾ ഓടി രക്ഷപ്പെടാനായി നോക്കുന്നു. ആ ടീം അവിടേക്ക് എത്തുന്ന ഒരു അജ്ഞാതൻ അവളെ അതിൽ നിന്ന് രക്ഷിക്കാനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും സിയോയെ അന്വേഷിച്ച് അവിടേക്ക് ചെന്നും എത്തുന്നുണ്ട്. അവനും കൂടി ചേർന്ന് ആ ആക്രമികളെ അടിച്ചോടിച്ച ശേഷം അവിടെ പരിക്കേറ്റ് കിടക്കുന്ന സിയോയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. എന്തായാലും ഈ നടന്ന സംഭവത്തിൽ ചെന്നിനും കുറച്ച് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കിടക്കാതെ അവൻ ഡിസ്ചാർജ് ആയി ആരാണ് സിയോയെ ആക്രമിക്കുന്നത് എന്നറിയാനുള്ള അന്വേഷണം ആരംഭിക്കുന്നു. ഇതേ ടീം ഹോസ്പിറ്റലിൽ മയക്കമുണ്ടിരുന്ന സിയോ അവിടെ ചിയയാണ് കാണുന്നത്. ഇവൾക്ക് പരിക്കേറ്റതറിഞ്ഞ് അവൻ വന്നതാണ്. പക്ഷേ ചിയ ഒരിക്കലും ചെന്നും സിയോയെ രക്ഷിക്കാൻ ശ്രമിച്ച് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നത് അവളോട് വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അവൾ അത് അറിയുന്നു. അപ്പോഴേക്കും അവളെ ആ ഒരു അപകടത്തിൽ രക്ഷിച്ച ആ അജ്ഞാതനും കൂടി അവിടേക്ക് എത്താണ്. അയാളോട് അവൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതേ സമയം സോങ്ങും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി ചേർന്ന് സിയോയെ ആക്രമിക്കാനായി തീരുമാനിക്കുന്നു. ആ കാര്യം മനസ്സിലാക്കുന്ന ചെന്നും ചിയും അവളെ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യുമെന്ന ശ്രമത്തിലാണ്. എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ വീണ്ടും സിയോ അപകടത്തിൽ പെടേണ്ടതായിരുന്നു. പക്ഷെ അവിടേക്ക് എത്തുന്ന ചിയും ചെന്നും കൂടി അവളെ ആക്രമികളിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ ടീം ചി ചെന്നിന് നേരെ ആരോപണം ഉന്നയിക്കുകയാണ്. നീ ഇവളുടെ ഭർത്താവാണെന്നും പറഞ്ഞു നടന്നിട്ട് ഇവൾക്ക് യാതൊരുവിധ പ്രൊട്ടക്ഷനും നൽകാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നെല്ലാം. ആ ടീം നിനക്ക് അവളെ നോക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് തന്റെ മനസ്സിലിരിപ്പ് ചി വെളിപ്പെടുത്തുന്ന സമയം ഒരിക്കലും എനിക്ക് എന്ത് സംഭവിച്ചാൽ പോലും ഇവളെ ഞാൻ അപകടത്തിൽ പെടുത്തില്ല. ഇവൾ എന്റെ വൈഫാണ്, ഇവൾ നിന്റെ സിസ്റ്റർ ഇൻ ലോയാണ്. ആ ഒരു ലിമിറ്റ് വിട്ട് നീ ഇനി മേലാൽ പെരുമാറരുതെന്ന് ചെൻ ചിക്ക് താക്കീത് കൊടുക്കുന്നു. അങ്ങനെ എന്തായാലും നിനക്കെതിരെ ഇനിയും ആക്രമണം നടക്കാൻ ചാൻസ് ഉണ്ട്. നിന്റെ ഹസ്ബൻഡ് എന്ന രീതിയിൽ അത് ഈവൻ ചൈൽഡ്ഹുഡ് മാരേജ് ആണെങ്കിൽ പോലും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നീ ഇപ്പൊ കേട്ടേ പറ്റൂ. തനിയെ താമസിക്കേണ്ട, എന്റെ അടുത്തേക്ക് വന്ന് താമസിക്കാനായി പറഞ്ഞ് അവളെ നിർബന്ധിച്ച്
അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവന്റെ താമസ സ്ഥലത്തെത്തി കുളിച്ച് ഫ്രഷ് ആയി നിൽക്കുന്ന ടീം ഇവൻ എന്തിനാ എന്നോട് ഇത്രയും കെയർ ആയി സംസാരിക്കുന്നത്, പലപ്പോഴും ഇവന്റെ പേര് പല സെലിബ്രിറ്റീസിന്റെയും കൂടെ റൂമറിൽ കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്താ, ഇവന് സത്യത്തിൽ ആരോടാ ഇഷ്ടം എന്നൊക്കെ അവള് ചിന്തിക്കുന്നു. അവളിങ്ങനെ പിറുപിറുത്ത് നിൽക്കുന്നത് കേൾക്കുന്നവൻ ആക്ച്വലി എനിക്ക് ആരോടും ഒരു ഇഷ്ടവും, നിന്നോടും മാത്രമാണ് എനിക്ക് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉള്ളത്. പലപ്പോഴും ഒരു വലിയ ബിസിനസ്സുകാരൻ ഞാൻ ഇതുപോലെ മറ്റുള്ളവർ എന്നെ അവരിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്ന റൂമറുകളുടെ ഭാഗമാകുന്നതേ ഉള്ളൂ, അല്ലാതെ അങ്ങനെയൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവൻ അവിടെ കിടന്ന് മയങ്ങുമ്പോ അതെല്ലാം കേൾക്കുന്നവൾ പതിയെ അവന്റെ അടുത്തെത്തി അവനെ ഒന്ന് കിസ് ചെയ്യുന്നത് നമുക്ക് കാണാം. എത്രയൊക്കെ ഉള്ളിൽ ഇഷ്ടമില്ല എന്ന് ഭാവിച്ചാലും ഇവൾക്ക് കുട്ടിക്കാലം മുതലേ തന്റേതെന്ന് തന്റെ പേരിനോട് ചേർത്ത് കേൾക്കുന്ന ഇവനോട് താല്പര്യമാണ് ഉള്ളത്. എന്തായാലും അടുത്ത ദിവസം സോങ്ങിന്റെ ബോയ് ഫ്രണ്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുന്നു. ഇതേ ടീം ഹാനിനെ അന്ന് സിയോയെ രക്ഷിച്ച ആ അജ്ഞാത പയ്യനും തട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന സിയോയെയും ഹാനിനെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നവർ പാർപ്പിക്കുന്നു. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അന്ന് അവളെ രക്ഷിച്ച ആ പയ്യൻ പോലും ഈ സോങ്ങിന്റെ ആളാണെന്ന്. അവൻ ആക്ച്വലി അവളെ രക്ഷിക്കാനായി വന്നതല്ല, അവളെ തട്ടിക്കൊണ്ടു പോകാനായി വന്ന അവന് പിന്നീട് അവിടുത്തെ സാഹചര്യത്തിനൊത്ത് ചെന്നിന് ഡൗട്ട് തോന്നാതിരിക്കാൻ അവളെ രക്ഷിക്കുന്നത് പോലെ നിൽക്കേണ്ടി വന്നതായിരുന്നു. അങ്ങനെ എന്തായാലും ഈ രണ്ടുപേരെയും വെച്ച് വിലപേശി ചെന്നിനെ കൊണ്ട് തങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ബിസിനസ് കോൺട്രാക്റ്റുകളൊക്കെ നേടിയെടുക്കാനായി സോങ്ങും അവളുടെ ബോയ് ഫ്രണ്ടും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിലപ്പോകുന്നില്ല. ഇവർ നടത്തിയ പല അഴിമതികളുടെയും തെളിവുകൾ കയ്യിലുള്ള ചെൻ അത് വെച്ച് അവരെ തിരിച്ച് പേടിപ്പിച്ച് അതെല്ലാം പോലീസിന്റെ കസ്റ്റഡിയിൽ ഹാജരാക്കി ഇവരെ കൊടുക്കുകയാണ്. ഇതേ ടീം ആ ഒരു തട്ടിക്കൊണ്ടുപോക്കിൽ ആകെ കുടുങ്ങിക്കിടക്കുന്ന ടീമാണ്. ചെന്നിന് ആക്ച്വലി ഹാനിനോട് എത്തരത്തിലുള്ള ഇഷ്ടമാണ് എന്നത് സിയോ വഴി ഹാനിന് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഇവരെ ആ കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാനായി അവിടേക്ക് ചീ എത്തുന്നു. ചീ അവിടെയുള്ള സോങ്ങിന്റെ ഗുണ്ടയുമായി ഫൈറ്റ് ചെയ്ത് അവരെ സേവ് ചെയ്യാണ്. അങ്ങനെ ഒടുക്കം ചീ ഹാനിനെയും സിയോയെയും ചെന്നിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോഴേക്കും ഹാൻ ഒരു സിസ്റ്ററായി മാത്രം തന്നെ കണ്ടിട്ടുള്ള ചെന്നിനെ താൻ ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. തനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾ നല്ലൊരു ലൈഫ് രണ്ടുപേർക്കും ആശംസിച്ച് പോവാണ്. ഇപ്പോഴും സിയോ താനുമായി കുട്ടിക്കാലത്ത് തങ്ങളുടെ പേരൻസ് ആഗ്രഹിച്ചതുപോലെ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ല എന്നറിയാവുന്ന ചെൻ ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാതെ നിൽക്കുമ്പോ ചീ സിയോയെ ചെന്നിനെ ഏൽപ്പിച്ച ശേഷം നീ കാരണം ഇനി ഇവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായും ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ കാണുമെന്ന് പറഞ്ഞ് പോകാനായി നിൽക്കുമ്പോ നീ ധൈര്യമായി പൊക്കോ, ഒരിക്കലും ഇവൾക്ക് ഇനി ഞാൻ കാരണം ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഓർമ്മ വെക്കാത്ത കാലത്ത് തുടങ്ങിയ നമുക്കിടയിലെ ആ ഒരു കണക്ഷൻ ജീവിതകാലം മുഴുവൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് ഒരു ജീവിതം തുടങ്ങിക്കൂടെ എന്ന് ചെൻ ചോദിക്കുമ്പോ സിയോയ്ക്കും തനിക്ക് ഇവനില്ലാതെ പറ്റില്ല, ഏത് പ്രതിസന്ധിയിലും ഇവനുണ്ടെങ്കിൽ താൻ അത് തരണം ചെയ്യും എന്നൊരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ അവളും അവനുമായുള്ള ആ ഒരു റിലേഷന് സമ്മതം അറിയിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് അവരുടെ വീട്ടുകാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.